ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാഡ് അബൌട്ട് സ്റ്റിച്ചിങ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലുള്ള ബട്ടൺസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതുപോലുള്ള പഞ്ചിങ് ബട്ടൺസ് നമ്മുടെ ഡ്രസ്സിന് എപ്പോഴും ഒരു പ്രീമിയം ലുക്ക് തരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതുപോലുള്ള ബട്ടൺസ്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാണ് കേട്ടോ പഞ്ചിങ് മെഷീൻ. അപ്പോൾ ഇതുണ്ടെങ്കിലേ നമുക്ക് അതുപോലുള്ള ബട്ടൺസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നല്ല നീറ്റിൽ, അല്ലാണ്ട് നമുക്ക് കൈകൊണ്ടൊക്കെ വെച്ചിട്ട് ചെയ്യാം, പക്ഷേ അതത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. ഈ പഞ്ചിങ് മെഷീൻ ഞാൻ കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിലുള്ള ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 1200 അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പ്രൈസ്. ഞാൻ വാങ്ങിച്ചിട്ട് കുറേ ആയി. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ വാങ്ങി വെക്കുന്നത് എപ്പോഴും യൂസ്ഫുള്ളാണ്. നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് കേട്ടോ ഇത്. നമുക്ക് വേണ്ട ഫാബ്രിക്കിൽ ഷോപ്പ് കൊണ്ടുപോയി കൊടുത്താൽ, ബട്ടൺ ഹൗസിലൊക്കെ കൊടുത്താൽ അവർ ബട്ടണൊക്കെ ചെയ്തു തരും. പക്ഷേ ഒരു ബട്ടൺ തന്നെ നമുക്ക് 5 രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷീൻ കയ്യിലുണ്ടായാൽ നമുക്ക് വേണ്ടപ്പം നമുക്ക് തന്നെ ചെയ്തെടുക്കാമല്ലോ. ഈ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ബോക്സിൽ ഇതിൻ്റെ മേലെ ഒരു ഹാൻഡിൽ ഉണ്ടാവും. അത് അവർ റിമൂവ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. അത് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതൊന്ന് സ്ക്രൂ ടൈറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ മെഷീൻ്റെ കൂടെ നമുക്ക് 2 ഡൈസാണ് കേട്ടോ കിട്ടുക. വലിയ ബട്ടണും ചെറിയ ബട്ടണും ചെയ്യാനായിട്ടുള്ള 2 ഡൈസാണ് കിട്ടുക. 30ൻ്റെയും 22ൻ്റെയും സൈസിലുള്ള 2 ഡൈസാണ് കിട്ടുക. ഓരോ ഡൈസിലും 5 പാർട്സ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഇതുപോലെയുള്ള 5 പാർട്സ് ആയിട്ടാണ് ഓരോ ഡൈസും ഉണ്ടാവുക. അത് 5 മൊത്തം ഉണ്ടെങ്കിലേ നമുക്ക് ബട്ടൺ ചെയ്തെടുക്കാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 22 ഡൈസ് വെച്ചിട്ട് നമ്മൾ ചെറിയ ബട്ടണാണ് ചെയ്തെടുക്കുക. ഇതാണ് ചെറിയ ബട്ടൺ. 22 ഡൈസ് വെച്ചിട്ട് ചെറിയ ബട്ടണാണ് കേട്ടോ ചെയ്തെടുക്കാൻ പറ്റുക. ഇതാണ് 30 ഡൈസ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള ബട്ടണും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും വലിയ ബട്ടൺ ചെയ്യാനുള്ള ഡൈസ് നമുക്കിതിൻ്റെ കൂടെ കിട്ടില്ല കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അതിന് മാത്രം 300 രൂപ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ബട്ടൺ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെറിയ ഡൈസിൻ്റെ കൂട്ടത്തിലുള്ള ഈ ഒരു സാധനം, അത് നമ്മളവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് ആ സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. അവിടെ ഒരു സ്ക്രൂ ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കണം. പിന്നെ ഈ ഒരു സംഭവം അത് നമ്മൾ അതിൻ്റെ മേലേക്കാക്കിയിട്ട് ഇറക്കി വെക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കണേ. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് പൊസിഷനൊന്ന് ശ്രദ്ധിക്കണം. അത് ആ സ്പ്രിങ്ങോട് കൂടിയിട്ട് തന്നെ അതിലേക്കൊന്ന് ഇറക്കി വെക്കണം കേട്ടോ. ഇനി ഈ ഒരു സംഭവം നമ്മൾ ഇതിലേക്കാണ് കേട്ടോ നമ്മൾ തുണി കവർ ചെയ്തിട്ടുള്ള ബട്ടൺ ഇറക്കി വെക്കേണ്ടത്. അപ്പം ഇതിനിങ്ങനെ ഒരു കുഴിഞ്ഞ ഭാഗമുണ്ട്, പിന്നിട്ട് ഒരു പരന്ന ഭാഗമുണ്ട്. അപ്പോൾ ഈ കുഴിഞ്ഞ ഭാഗം ഇതാ ഇവിടെ മുകളിലേക്കായിട്ട് വരുന്ന രൂപത്തിൽ അതിലേക്ക് ഇറക്കി വെക്കണം. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല, വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുമേ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ലോക്കായി കിടക്കും, പുറത്തേക്ക് വരില്ല കേട്ടോ. ഇനി നമുക്ക് ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഈ ബട്ടണ് പിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ ബട്ടൺസ് ഉണ്ടാവുക. ഇനി നമുക്കതിന് ഫാബ്രിക്കിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ മോശം വശത്ത് ഇങ്ങനെയാണ് ബട്ടൺസ് വെക്കേണ്ടത്. നമ്മൾ ആ പരന്ന ഭാഗം ബട്ടൺ ഫാബ്രിക്കിൽ വരുന്ന രൂപത്തിലാക്കിയിട്ട് വെക്കണം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അതിൻ്റെ ഷേപ്പിലൊന്ന് ചുറ്റിയിട്ടെടുക്കാം. പിന്നെ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ടൊന്ന് ലോക്കാക്കിയിട്ട് എടുക്കുക കേട്ടോ. കഴിഞ്ഞ് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിക്ക് തന്നെ ചുറ്റി കൊടുക്കണം കേട്ടോ നൂല്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഈ ബട്ടൺസിനെ എങ്ങനെയാണ് ഡൈസിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ബട്ടൺസിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ ആ ഡൈസിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെക്കണേ. എങ്ങനെയാണ് വെച്ചെന്ന് ശ്രദ്ധയോടെ നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ നമ്മൾ ഫാബ്രിക് കവർ ചെയ്തിട്ടുള്ള ബട്ടൺ ഇറക്കി വെക്കേണ്ടത്. അതിനാ കെട്ട് മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ, കണ്ടില്ലേ, ആ കെട്ട് മുകൾ ഭാഗത്തേക്കായിരിക്കണം കേട്ടോ. ആ രീതിക്ക് വേണം അതിനകത്തേക്ക് ഈ ബട്ടൺസിനെ ഇറക്കി വെക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനെ മെഷീനിലുള്ള ഡൈസിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ലിവറൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല പവർ യൂസ് ചെയ്തിട്ട് തന്നെ അതൊന്ന് അമർത്തി കൊടുക്കണം. എങ്കിലേ അത് കറക്റ്റായിട്ട് ലോക്ക് ആവുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് പിന്നെ എപ്പോഴെങ്കിലും അത് ഊരിപ്പോരും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ. നമ്മുടെ ബട്ടൺസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ലോക്കായിട്ടുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ ബട്ടൺസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വലിയ ബട്ടൺസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. സെയിം തന്നെയാണ് കേട്ടോ മെത്തേഡ്, മാറ്റമൊന്നുമില്ല. ഞാൻ എങ്കിലും അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ബട്ടൺസിലേക്കൊന്ന് തുണീനെ കവർ ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ലോക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് തന്നെ ചുറ്റിയിട്ടെടുക്കണം, ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും.
ഈ ഒരു സംഭവം അതിലേക്ക് ഇറക്കി വെക്കുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കാനായിട്ട് നോക്കണം. അത് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രിങ് അമരൂല. അതുകൊണ്ടാണ് അത് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ തന്നെ വെക്കുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടൺസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ഒരു മെഷീൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.